ഒരു മിനിറ്റ് ടീച്ചറേ, പിടിച്ചേ. ഗിരിയെ കണ്ടില്ലല്ലോ ടീച്ചറെ. കണ്ണൂത്ത് ഗിരിയേട്ടന്റെ അമ്മയുടെ വീട്ടിലൊരു അടിയന്തരത്തിന് രാവിലെ പോയി. ഇവിടെ പെട്ടെന്നായിരുന്നല്ലോ. ടീച്ചറെ, ഞാൻ ഗിരിയെ വിളിച്ചിരുന്നു. ഇന്നലെ രാത്രിയും കൂടി ഗിരി അച്ഛനെ കുറിച്ച് ചോദിച്ചതാ. വെളുപ്പിനാ സംഭവിച്ചത്. ഞങ്ങളിന്ന് സൂക്ഷിച്ചു. ബോഡി എപ്പോ എടുക്കുന്നേ? 3 കഴിയുന്ന പറഞ്ഞേ. അല്ല, ഗിരി എവിടെ? ജവാനെ മരിപ്പ് ക്ഷണിക്കാത്തോണ്ട് വന്നില്ലേ സാറേ. കഷ്ടം. ഒക്കെ ശരിയാവും. ക്രിസ്മസ് ഡോക്യുമെന്ററി എവിടെ വരെയായി? ഒന്നും പറയണ്ട, എല്ലാം കൂടി തലയ്ക്ക് വട്ടായി. ഓൺലൈൻ ക്ലാസ്സിന് വള്ളിക്കിട്ട് വേറെ വരുന്നുണ്ട്. വരട്ടെ. കേട്ടോ പാത്തു, നിന്റെ കെട്ടിയവനെ PT സാർ ആണെങ്കിലും വലിയ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അല്ലേ? പിന്നെ ഞാനെന്തിനാ പേടിക്കണേ? എന്ന് പറഞ്ഞ ഫോണിൽ ലാപ്പായിട്ട് എപ്പോഴും തൊണ്ടിയും കുത്തിരിപ്പാ. എന്നാ ശരി ശ്രീ. കാണാം. നിങ്ങളുടെ കൂട്ടുകാരി ഇപ്പോഴും എന്തൊരു മുഞ്ചത്തിയാ. മിസ്റ്റർ ഗിരിയുടെ കൂടെ അല്ലേ? എന്താ കഴിക്കുന്നേ? ഞാനേ കുറച്ച് അവല് വിളയിച്ചതാ. പക്ഷെ ശരിക്കും അങ്ങ് വിളഞ്ഞില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അടുക്കള ഇരിപ്പുണ്ട്, പോയി കഴിച്ചോ. പിന്നെ കൂട്ടുകാരൻ നിങ്ങളെ തിരക്കി. അവൻ അടുത്ത് വന്ന് വാ പൊളിച്ചിട്ടേ ഉഫ്, എന്നാ നാറ്റുവാ. ഗാന്ധിയനെ അയച്ചൻ ചത്ത് കിടന്നിട്ടും അവന്റെ ഒരു കുടി. ഗിരി, അച്ഛൻ പോയടാ. ബാബുട്ടാ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് നീ എന്നെ ക്ഷണിക്കാത്ത ഞാൻ ക്ഷമിക്കും. പക്ഷെ എന്റെ അച്ഛൻ മരിച്ചപ്പോ നിനക്കൊക്കെ കോട്ട തന്ന് ഞാൻ കുളിപ്പിച്ച് കിടത്തിയതാ. അത് നീ മറക്കരുതായിരുന്നു. ആരാ? ഗിരി. പോട്ടെ 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 പോട്ടെ. ഗിരിയേട്ടാ, നാടക അക്കാദമി കുട്ടികളുടെ ഒരു ടാലന്റ് ബാങ്ക് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? സ്കൂളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വരദരാജൻ മാഷെ ഇപ്പൊ വിളിച്ചിരുന്നു. മോളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് നേരിട്ട് എത്താനാ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതെ, ഇത് അഭിനേതാവ് കൂടിയായ ഒരു പട്ടാളക്കാരന്റെ മകളാണെന്ന് അക്കാദമിയിൽ അറിഞ്ഞിട്ടുണ്ട്. അതാ പരിഗണിച്ച്. നാളെ പോയി കളയാം. ഇവന്റെ അന്തിയൊന്ന് അല്ലി അടിച്ചിട്ട് പോയത്. ഹുസൈനെ, ഹുസൈനെ, ഹുസൈനെ. ഗിരി എന്തായി രാത്രിയില് കിടക്കണ്ടേ? നമുക്കല്ല, അയലൊക്കത്തെ ആൾക്കാർക്ക് കിടക്കണ്ടേ? നീ എന്ത് സാധനം ഈ മിക്സിയിലിട്ട് അടിച്ചോണ്ടിരിക്കുന്നത്? എന്നാ ഒച്ചയാടാവേ? അതെ, ഞങ്ങളുടെ മരുന്ന് കമ്പനി പുതിയൊരു ഐറ്റം ഇറക്കിയിട്ടുണ്ട്, നയാഗര ടാബ്. ഈ ടാബിന് ഇത്തിരി കടുപ്പം കൂടുതലായാലും മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഒരു ഗ്ലാസ് പാലും ചേർത്ത് കുടിച്ച. അപ്പൊ അതാണ് കാര്യം. 2 എടുക്കട്ടെ? എന്തിന്? എനിക്കൊന്നും വേണ്ട. എനിക്കും കൊച്ചിന് നാളെ തിരുവനന്തപുരം പോകാനുള്ളതാ. ഇനി ഇവിടുന്ന് ഒച്ചയെങ്ങാനും കേട്ടാ ഹുസൈനെ. ഇനി ഞാൻ മിച്ചിയുടെ ഒച്ച കുറയ്ക്കാൻ വേണ്ടിട്ടേ അതിൽ സൈലൻസർ പിടിപ്പിക്കാം. ഈ മരുന്ന് ചോദിച്ച് നീ വരും ഗിരി, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വരുത്തും.
ഞങ്ങള് വൈകിയാലും ഇങ്ങ് എത്തും. ഇനി ആരും ഇല്ലെന്നും കരുതി ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കണ്ട, കേട്ടല്ലോ? അതെ. എടി കാന്താരി, മിണ്ടാതെ പോയിട്ട് വാ. വാ ഇറങ്ങാം. ഈ സമയത്ത് ഇങ്ങനെ ഇയാളെ കൊണ്ട് വിട്ടിട്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മോളു. ഓൾ ദി ബെസ്റ്റ്. ടീച്ചർ വിളിച്ചു പറഞ്ഞു അച്ഛനും മോളും പോവാന്ന്. സൺഡേ അല്ലേ, വെറുതെ ക്ലാസ് മുടക്കണ്ടെന്ന് കരുതി. എന്നാ നോക്കാം ടീച്ചറെ. സാറ് അകത്തേക്ക് കയറിയിരിക്കെ, ഞാൻ ഇന്ന്. ശരി ജവാനെ. മോളെ പോയിട്ട് വാട്ടോ. ഇട്ടോ. ബൈ. 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 ഒരു 50 രൂപ. മാഷേ, സമയം ഉച്ചയായില്ലേ? ഉച്ചയോ? മണി 10 ആയുള്ളൂ. എന്താ? അല്ല, ആ ഗിരി മോള് എങ്ങാണ്ട് പോയെന്നല്ലേ പറഞ്ഞേ? പാട്ടുമാഷ്ക്ക് അവിടെ എന്താ ഇത്ര പണി? എന്റെ മേഴ്സി, അതാ ജയശ്രീ ടീച്ചറെ വീടാ. ദൈവത്തെ ഓർത്ത് നിന്റെ തിമിരം പിടിച്ച് കണ്ണു വെച്ച് നോക്കല്ലേ. ഓ, ഭാഗവതർക്ക് എന്താ ഒരു വെപ്രാളം? ജേക്ക് എന്താ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ? ക്ലാസ് കഴിയും വരെ ആരും ക്യാമറ ഓഫ് ചെയ്യരുത്, കേട്ടല്ലോ? ആരാ മുന്നിൽ നിൽക്കുന്നേ? രക്ഷിതാക്കൾ ആരും തന്നെ ക്ലാസ്സിൽ കയറരുത്, പ്ലീസ്. ഗരുഡമ്മാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു. എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു, ഇനി പേടിക്കാനില്ല. ഞാവൽക്കാട്ടിൽ തീയുമില്ല, മനുഷ്യനുമില്ല. അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. അപ്പോ ഇന്ന് പഠിപ്പിച്ചതിന്റെ ടെസ്റ്റ് പേപ്പർ നാളെ ഉണ്ടാവും. എല്ലാരും ഫുൾ മാർക്ക് മേടിക്കണം, കേട്ടല്ലോ? ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ആ മോളെ, നാളെ പോരാമോ? ഒന്നും പറഞ്ഞില്ല അമ്മ. ആ, നീ ഭക്ഷണം കഴിച്ചോ? ആ, ഫ്രൈഡ് റൈസ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്തോ? ഓ, ഒരു ദിവസം ബ്രഷ് ചെയ്തില്ലാന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഓ, അച്ഛൻ എന്തേ? അച്ഛൻ പുറത്ത് റൂം എടുക്കാൻ പോയിരിക്കാം. ഓക്കെ, എന്നാ ഞാൻ അച്ഛനെ വിളിച്ചോളാം. പിന്നെ ദിയ, ഉറങ്ങുമ്പോഴേ അടുത്തിടക്കുന്ന കുട്ടികളുടെ ദേഹത്ത് കൈയും കാലൊന്നും എടുത്തിടല്ലേ. അമ്മ, ഞാൻ കൊച്ചുകുട്ടിയല്ല. ഓ, ഒരു വലിയ കുട്ടി. ശരി എന്നാ മോളെ, ഗുഡ് നൈറ്റ്. അമ്മയ്ക്ക് കുറച്ച് പണി കൂടെ ഉണ്ട്. ഗുഡ് നൈറ്റ് അമ്മക്കുട്ടി. സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ജോലിയൊക്കെ കഴിഞ്ഞോ? ഉറങ്ങാറായോ? രാജി മിസ്സേ, വീക്ക് സ്റ്റുഡൻസിന്റെ ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. നാളെ അവർക്ക് ടെസ്റ്റ് പേപ്പറാ. ക്രിസ്മസ് ഡോക്യുമെന്ററിയുടെ വർക്കും തീർന്നിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കിടപ്പേ ഒരു കണക്കാ. ഇനി കുളിക്കണം, കഴിക്കണം. എന്നാ ഓക്കെ മിസ്സേ, ഗുഡ് നൈറ്റ്.